ശരിയാണ്. ജോഡോയെ തകർക്കാൻ തന്നെയുള്ള ഒരു ശ്രമമാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അത് ഏറെക്കുറെ കോൺഗ്രസിൽ നിന്ന് വന്ന ഹിമന്ത ബിശ്വ ശർമ്മ രാഹുൽ ഗാന്ധി തന്നെ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരനായി വിശേഷിപ്പിച്ചതിലുള്ള പ്രതിഷേധം കൂടിയാണ് ഈ സമരങ്ങളിൽ കാണിക്കുന്നത്. അതിൽ രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും വളരെ പ്രധാനപ്പെട്ട എക്സ് പോസ്റ്റും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, വേണമെങ്കിൽ അധിക്ഷേപിച്ചോളൂ, തന്നെ എതിർത്തോളൂ, പക്ഷെ തകർക്കാനാവില്ല. എത്രമാത്രം തന്നെ എതിർക്കുന്നോ അത്രത്തോളം വലിയ വിജയമായിരിക്കും, വാർത്താ പ്രാധാന്യമായിരിക്കും അത് നേടുക എന്നാണ്. വാട്ട് എവർ ദി Assam CM is doing against the Yatra, it benefits the Yatra. The publicity that we might have not got by doing this, Assam CM and Union Home Minister Amit Shah are helping us. Now the main issue is Assam is Yatra. It is their intimidation tactics. ആസാമിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട വിഷയം ഈ യാത്രയായി തീർന്നിരിക്കുന്നു. ആ യാത്രയാക്കി മാറ്റിയിരിക്കുന്നത് ഹിമന്ത ബിശ്വ ശർമ്മയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചേർന്നാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ അധിക്ഷേപിച്ചോളൂ, യാത്ര തുടർന്നുകൊള്ളും എന്നാണ് പറയുന്നത്. അതിന് ഹിമന്ത ബിശ്വ ശർമ്മ നേരിടുന്നത് എങ്ങനെയാണ്? ഇതൊരു നക്സൽ സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ അവിടെ കണ്ടു. ഈ യാത്രയിലുടനീളം നമ്മൾ ആ വാർത്താ റിപ്പോർട്ട് PTA ഏജൻസിയുടെ ദൃശ്യങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും പൊതു റാലികൾ നിഷേധിക്കുന്നു, ഇടവഴികളിലൂടെ പോകാൻ പറ്റുന്നില്ല, വാർത്താ സമ്മേളനം നടത്താൻ കഴിയുന്നില്ല. അപ്പോൾ ആ ഘട്ടങ്ങളിലെല്ലാം ആ ഭാരത് ജോഡോ ന്യായയാത്രാ ബസ്സിന് മുകളിൽ ലിഫ്റ്റ് കൊണ്ടുണ്ടാക്കിയ താൽക്കാലികമായിട്ടുള്ള വേദിയിൽ നിന്നുകൊണ്ട് വിദ്യാർത്ഥികളോട് സംസാരിക്കുന്ന രാഹുൽ ഗാന്ധിയാണ് നമ്മൾ കാണുന്നത്. സമാധാനപരമായിട്ടാണ്. ഇന്നലെ ബട്ടദ്രവ സത്രത്തിലേക്ക് പോകാനായിട്ട് പോകുമ്പോൾ അവിടെയും തടയുന്നു, സമാധാനപരമായിരുന്ന് ഭജന ആലപിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും അല്ലല്ലോ നക്സൽ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ആ നക്സൽ രീതി എന്ന് ആക്ഷേപിച്ചുകൊണ്ട് ഹിമന്ത ബിശ്വ ശർമ്മ കേസെടുക്കാനായിട്ട് പറയുകയാണ്. ബാരിക്കേഡുകൾ തകർത്തു, ഇന്ന് 2 തവണ ലാത്തി ചാർജ് ഉണ്ടായി, 2 ഇടങ്ങളിലാണ് ലാത്തി ചാർജ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ രീതിയിൽ വലിയ വാർത്താ പ്രാധാന്യം കൊടുക്കാൻ ഹിമന്ത ബിശ്വ ശർമ്മ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ആദ്യത്തെ യാത്രയേക്കാൾ രണ്ടാമത്തെ ഭാരത് ജോഡോ ന്യായയാത്ര വാർത്താ തലക്കെട്ടുകളിൽ നിറയുന്നുണ്ട്. ഇത് ഗുജറാത്തിൽ അവസാനിക്കുമ്പോഴേക്കും അതൊരു ഈ ഭാരത് ജോഡോ ന്യായയാത്ര മാർച്ച് 20 മുമ്പ് വലിയ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കടന്നു പോകുന്ന യുപിയിലാണ്. അപ്പോൾ അസാമിലാണ് 8 ദിവസം, അസാമിൽ ഇനി 5 ദിവസം കൂടി ബാക്കിയുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നാടകീയമായിരിക്കും. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്തേക്കാവുന്ന സാഹചര്യം പോലും ഉണ്ടായേക്കാം എന്നുകൂടി നമ്മൾ കരുതണം. കാരണം ഓരോ ദിവസവും കോൺഗ്രസിലേക്ക് എത്തുന്ന, അതായത് ഈ ഭാരത് ജോഡോ ന്യായയാത്രയിൽ പങ്കെടുക്കാനെത്തുന്ന ആളുകളുടെ എണ്ണം കൂടുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട സൂചന കൂടിയാണ്. അപ്പോൾ ജോഡോയെ തകർക്കാനോ എന്ന ചോദ്യത്തിന് യെസ്, തകർക്കാൻ വേണ്ടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ ശ്രമം. അത് BJP ദേശീയ തലത്തിൽ എടുത്തിരിക്കുന്ന ഒരു തീരുമാനമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. Meet the editors.